വെൽക്കം ടു മൈ കുക്കിംഗ് ചാനൽ. നമ്മുടെ വീട്ടുമുറ്റത്ത് എളുപ്പം കിട്ടുന്ന ചക്കക്കുരുവും വെള്ളരിക്കയും വെച്ച് പഴയ കാല രുചിയിൽ നമുക്കൊരു ഓലൻ തയ്യാറാക്കിയാലോ? ഓലൻ തയ്യാറാക്കുന്നതിന് ഞാനിവിടെ 12 ചക്കക്കുരുവാണ് എടുത്തിരിക്കുന്നത്. ഏകദേശം ഒരു 10-12 എണ്ണം മതിയാവും. അത് ഇതുപോലെ തൊലി കളഞ്ഞ് വൃത്തിയാക്കി നീളത്തിൽ കട്ട് ചെയ്തെടുക്കണം. ഇനി വേണ്ടത് വെള്ളരിക്കയാണ്. ഒരു വെള്ളരിക്ക മുഴുവനായി തൊലി കളഞ്ഞ് നേർത്ത രീതിയിൽ മുറിച്ചെടുക്കണം. ഓലൻ തയ്യാറാക്കുന്നതിന് നേർത്ത രീതിയിൽ വെള്ളരിക്ക മുറിച്ചെടുക്കുന്നതാണ് നല്ലത്. 3 പച്ചമുളകും 1-5 അല്ലി വെളുത്തുള്ളിയും 2-3 തണ്ട് കറിവേപ്പിലയും 1.5 ടീസ്പൂൺ വെളിച്ചെണ്ണയും ഇതിന് ആവശ്യമായിട്ടുണ്ട്. അടുത്തതായി നമുക്ക് ഒരു അരമുറി തേങ്ങ ചിരകിയെടുക്കാം. ഞാൻ എടുത്തത് ഒരു ചെറിയ തേങ്ങയാണ്. വലിയ തേങ്ങയാണെങ്കിൽ അരമുറിയുടെ പകുതി ചിരകിയ തേങ്ങ മതിയാവും. ഇനി ചിരകിയ തേങ്ങയിൽ കുറച്ച് വെള്ളം ഒഴിച്ച് അരച്ച് അതിൽ നിന്നും കട്ടിയുള്ള തേങ്ങാപ്പാൽ എടുക്കുക. ഇനി നമുക്ക് ഓലൻ തയ്യാറാക്കാം. ഇതൊരു നാടൻ വിഭവമായതുകൊണ്ട് ചട്ടിയിലാണ് ഞാൻ ഓലൻ തയ്യാറാക്കുന്നത്. ചട്ടിയിലേക്ക് പകുതി വെള്ളം ഒഴിക്കണം. അതിലേക്ക് നേരത്തെ തൊലി കളഞ്ഞ് വൃത്തിയാക്കി നീളത്തിൽ അരിഞ്ഞു വെച്ച ചക്കക്കുരു ഇട്ട് പകുതി വേവിക്കാം. ചക്കക്കുരുവിന് വേവ് കൂടുതലായതുകൊണ്ടാണ് ആദ്യമിട്ട് വേവിക്കുന്നത്. ഇനി ഇതിലേക്ക് ഒരു പച്ചമുളക് നടുവിലൂടെ കീറിയതും ആവശ്യത്തിന് ഉപ്പും ചേർക്കണം. പകുതി വെന്ത ചക്കക്കുരുവിലേക്ക് നേരത്തെ മുറിച്ചു വെച്ച വെള്ളരിക്ക ചേർക്കാം. ഇനി ചക്കക്കുരുവും വെള്ളരിക്കയും നന്നായി വെന്തു വരണം. അതിലേക്ക് 2 പച്ചമുളകും കറിവേപ്പിലയും ആവശ്യമെങ്കിൽ ഉപ്പും ചേർക്കണം. ഇനി ഇതിലെ വെള്ളം വറ്റിച്ച് പകുതി വെള്ളമാക്കി എടുക്കണം. ഈ സമയം നമുക്കിതിലേക്ക് തേങ്ങാപ്പാൽ ഒഴിക്കാം. തേങ്ങാപ്പാൽ ഒഴിച്ചതിന് ശേഷം കറി ഒന്ന് ചൂടായാൽ മതി. നന്നായി തിളക്കേണ്ട ആവശ്യമില്ല. ഇനി 2-3 തണ്ട് കറിവേപ്പിലയും 4-5 വെളുത്തുള്ളി ചതച്ചതും 1.5 ടീസ്പൂൺ വെളിച്ചെണ്ണയും ചേർത്ത് നന്നായി ഒന്ന് ഇളക്കിയെടുക്കാം. ഓലൻ തയ്യാറായിട്ടുണ്ട്. ഉപ്പ് വേണമെങ്കിൽ നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് ചേർക്കാവുന്നതാണ്. ഇതുപോലെ കുറുകിയ ചാറോടുകൂടി തന്നെ ഓലൻ തയ്യാറാക്കണം. ഓലൻ തയ്യാറാക്കി നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിലൂടെ അറിയിക്കണേ. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്ത റെസിപ്പിയുമായി വീണ്ടും കാണാം.